വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ കൊണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ മെയിനായിട്ടുള്ള ചേരുവ ബ്രെഡ് തന്നെയാണ്. അപ്പോൾ അതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എത്ര സ്ലൈസ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം. ഇനി ആ ഒരു ബ്രെഡിൻ്റെ ബ്രൗൺ കളറിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട, ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാൽ പെട്ടെന്ന് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാൽ കൂടിപ്പോയാലും ഇനി കുഴപ്പമൊന്നുമില്ല, ബ്രെഡ് എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ചെറിയ ഓരോ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് വലിപ്പത്തിൽ വേണ്ട. ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫ്ലേവറിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാനിൽ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുള്ളതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അത് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ തീ കുറച്ച് വെക്കുക കേട്ടോ. കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് അകത്ത് വേവില്ല. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു കളറായി വന്നാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതാ കോരിയെടുക്കാം. എന്നിട്ട് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ പഞ്ചസാരയും പൊടിയും അതുപോലെ സിന്നമൺ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പൊടിയിൽ ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ പീസസും ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്